ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്, അതായത് സെം 1കാരുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ, അതായത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഇത് 5 മാർക്കായിട്ടോ 2 മാർക്കായിട്ടോ 1 മാർക്കായിട്ടോ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമോജീസ് എന്താണ്, ഇമോട്ടിക്കോൺസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതൊരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാമെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് 2 മാർക്കിന് വന്നാലും 1 മാർക്കിന് വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീയും പിന്നെ അതേപോലെ ജസ്റ്റ് പാസ്സായാൽ മതി, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ, ബുക്ക് തുറന്നു പോലും നോക്കിയിട്ടില്ല, ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാച്ച് നമ്മുടെ അടുത്ത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഏർലി ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ 49 റുപ്പീസിൻ്റെ ഏർലി ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇനി ഒരു 5 വേക്കൻസിയും കൂടിയാണ് ബാക്കിയുള്ളത്. ആ ബാച്ച് കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ ഫീസ് വരുന്നത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയും അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിൻ്റെയും സെയിം ആയിട്ടുള്ള ഫീസ് തന്നെയായിരിക്കും ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന് വരിക. അപ്പോൾ ആ ഒരു 5 വേക്കൻസിയും കൂടിയും വേഗം തന്നെ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് മറ്റേ ഫേസിലോട്ടായിരിക്കും, മറ്റേ ബാച്ചിലോട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഡിസ്ക്രൈബ് എബൌട്ട് ഇമോട്ടിക്കോൺസ് ആൻഡ് ഇമോജീസ്. ഇമോട്ടിക്കോൺസ് ആൻഡ് ഇമോജീസ് നമുക്ക് പരിചയം ഉണ്ടാവും അല്ലേ. ഇമോജീസ് എന്താണ്, നമ്മുടെ എക്സ്പ്രഷൻസ്, വാട്സാപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയാം ഇമോജീസ് എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിനെപ്പറ്റി നമുക്ക് എഴുതാൻ വേണ്ടി അറിയണം. അപ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ബാച്ചിലുള്ള കുറേ പേർക്കും ഇംഗ്ലീഷ് ഭയങ്കര വീക്കാണ്, എനിക്ക് ലെറ്റേഴ്സ് മാത്രമേ അറിയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു വരുന്നവരുമുണ്ട്. അപ്പോൾ അവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലൊരു നോട്ട് വയ്ക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് എഴുതിയെടുത്ത് പോവുക കേട്ടോ. ഓക്കെ, ഇനി ഇമോട്ടിക്കോൺസ് എന്താണ്? ഇമോട്ടിക്കോൺസ് പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇമോട്ടിക്കോൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കീബോർഡിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ കുത്ത്, കോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രാക്കറ്റൊക്കെ വെച്ചിട്ട് ഒരു സ്മൈലി ആക്കി മാറ്റുന്നതാണ് എന്തെന്ന് പറയണത് ഇമോട്ടിക്കോൺ. സ്മൈലി അല്ലെങ്കിൽ ആ ഒരു രൂപമാക്കി, ഇപ്പോൾ എന്താ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, സ്മൈൽ ഫേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 കുത്ത്, ആ കുത്ത് കീബോർഡിലുള്ളതാണല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിലുള്ളതാണ് 2 കുത്തും, അതേപോലെ തന്നെ ഫുൾ സ്റ്റോപ്പിൻ്റെ 2 കുത്തില്ലേ, അതേപോലെ തന്നെ ബ്രാക്കറ്റും. അപ്പോൾ 2 കുത്തും ഒരു ബ്രാക്കറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ് കാണിക്കുക, അതൊന്ന് തിരിച്ച് പിടിച്ച് നോക്കിയേ, അപ്പോൾ അതൊരു ചിരിക്കണ മുഖമായിട്ട് നിങ്ങൾക്ക് കാണും, സ്മൈൽ ഫേസ് ആയിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇമോട്ടിക്കോൺസ് എന്ന് പറയണത്. അപ്പോൾ എന്ത് പറയാം, നമുക്ക് കീബോർഡ് ക്യാരക്ടേഴ്സ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇമോട്ടിക്കോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് എന്താണ്, കീബോർഡ് ക്യാരക്ടേഴ്സ് എന്നാണ്. ലെറ്റേഴ്സോ നമ്പേഴ്സോ സിംബൽസോ വെച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷൻ എന്താണോ, നമ്മുടെ ഫീലിംഗ് എന്താണോ അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമോട്ടിക്കോൺസ് എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് ഇമോഷൻസ് നമ്മൾക്ക് ഈ ഇമോട്ടിക്കോൺസിലൂടെ കാണിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലും 2 or 3 എണ്ണം എക്സാമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ 2 കുത്തും ഒരു ബ്രാക്കറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ സ്മൈൽ ഫേസ് ആണ്, 2 കുത്തും ഓ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആണ് കാണിക്കുന്നത് അല്ലേ. സർപ്രൈസ്, സാഡ്നെസ്, നമ്മുടെ വിഷമവും സന്തോഷവും ദേഷ്യവും സർപ്രൈസായി നിൽക്കുന്നതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇമോട്ടിക്കോൺസ് പറ്റും. ഇതേ പോയിന്റ്സ് തന്നെയാണ് ഇമോജീസിലും വരുന്നത്. പക്ഷേ ഇമോജീസ് എന്ന് പറയുന്നത് കീബോർഡ് ക്യാരക്ടേഴ്സ് അല്ല, മറിച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ. അപ്പോൾ നമ്മുടെ ഇമോജീസ് വരുമ്പോൾ നമുക്ക് ചിരിക്കേണ്ടതും കരയണതും അല്ലെങ്കിൽ എന്താണ് സർപ്രൈസും മാത്രമല്ലല്ലോ, ഓരോ ആൾക്കാരുടെ ചെറിയ ചെറിയ എന്തുണ്ടാവും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാവും. ചില ഒബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ഇമോജീസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ വരും, അല്ലെങ്കിൽ ബാറ്റ്, അങ്ങനെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറെക്കുറെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഒക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇമോജീസിലൂടെ ലഭിക്കും. നമ്മളത് എന്തിൽ തന്നെയാണ് യൂസ് ചെയ്യണത്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ അല്ലേ. ഇനി 2 പോയിന്റ്സും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യണത് എന്നുള്ളത് ഇമോട്ടിക്കോൺസിലും ഇമോജീസിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഇമോട്ടിക്കോൺസ് പോലെ അല്ലാതെ, അതായത് ഇമോട്ടിക്കോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കീബോർഡ് ക്യാരക്ടേഴ്സാണ്, 2 കുത്തും ഒരു ബ്രാക്കറ്റും വെച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് ഒരു സ്മൈൽ ഫേസ്, ഇമോട്ടിക്കോൺസിൻ്റെ സ്മൈൽ ഫേസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇമോജീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇമേജസ് ആണ്. അപ്പോൾ ഇമോട്ടിക്കോൺസും ഇമോജീസും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമോട്ടിക്കോൺസ് എന്ന് പറയുന്നത് കീബോർഡ് ക്യാരക്ടേഴ്സാണ്, ഇമോജീസ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ഇമേജസ് ആണ് എന്നുള്ളതും ഓർക്കുക കേട്ടോ. ഓക്കെ, ഇനി
പല രീതിയിലുള്ള വാട്സാപ്പിൽ മാത്രമല്ല, വാട്സാപ്പ് എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, പല രീതിക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഇപ്പോൾ നമ്മൾ ടെലിഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അങ്ങനെ പല രീതിയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇമോജീസ് ആണ് അല്ലേ. ഇനി ഇമോജീസ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് എവിടെയാണ് എന്നുള്ളതും എപ്പോൾ ആണ്, ഏത് വർഷത്തിലാണ് എന്നുള്ളതും ഇമോജീസ് എന്തിനെ സഹായിക്കുന്നു എന്നുള്ളതുമാണ് അടുത്തത് പറയണത്. എവിടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ജപ്പാനിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ലേറ്റ് 1990s. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ് കാണുന്നതിൽ ഒരു 50% ആളുകളെങ്കിലും 90s കിഡ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 90s കിഡ്സ് അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക, ഇമോജീസ് അപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ അതേപോലെ എന്തിനെ സഹായിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജിലുള്ള ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സങ്കടമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് ഏതാണ്? ഇമോജീസ് ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഈ പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ബ്രിഡ്ജ് ദി ഗ്യാപ്പ്. ഈ ഇംഗ്ലീഷിൽ തീരെ അറിയില്ല അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല ഇംഗ്ലീഷിനെ പറ്റിയിട്ടെന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, അത് പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്തെങ്കിലും എഴുതിയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാവാനുള്ള മാർക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് ബാച്ചാണ്, സ്പെഷ്യലായിട്ട് ജസ്റ്റ് പാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഉള്ള ബാച്ചാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ബാച്ച് നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ താങ്ക്